ഈ കാട്ടിലെന്തോ ശരിയായില്ല. ആരോ നമ്മളെ നോക്കുന്നു. നിനക്കാണ് ഞാൻ കാത്തിരുന്നത് ഭീമ. ആരാണ് നീ? ഞാനൊരു രാക്ഷസി, പക്ഷെ നിനക്കായി മാറാം. നിന്റെ കണ്ണുകൾ സത്യം പറയുന്നുണ്ട്. എനിക്ക് ഭയം തോന്നുന്നില്ല നിന്നോട്. അത് പ്രണയത്തിന്റെ തുടക്കമാണ്. എന്റെ സഹോദരൻ, അവൻ നിന്നെ കൊല്ലും. അവൻ വന്നാൽ ഞാൻ നേരിടും. എന്നെ വിട്ടു പോകരുത്. നിനക്കൊന്നും സംഭവിക്കില്ല. ജീവനോടെ തിരിച്ചെത്തണം എനിക്കായി. ഞാൻ എന്തും ചെയ്യും. ഞാൻ തിരിച്ചു വരും. നിന്റെ പ്രണയം സത്യമെങ്കിൽ ഞാൻ കാത്തിരിക്കും. ഭീമ, അങ്ങേക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ഇത് ചെറിയത് മാത്രം. ഭവതി ഇങ്ങനെ ഭയപ്പെടുമ്പോഴാണ് വേദന കൂടുന്നത്. നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തോക്കില്ല. നീ ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. പ്രണയം മനുഷ്യനെ മാത്രമല്ല, രാക്ഷസിയെ മാറ്റും. ഇതെനിക്കൊരു പുതിയ ലോകമാണ്. ഇനി നീ ഒറ്റയ്ക്കല്ല. ഇങ്ങനെ അങ്ങയുടെ അടുത്ത് കിടക്കുമ്പോൾ എല്ലാം ശാന്തമാകുന്നു. ഭവതിക്ക് സുരക്ഷിതമെന്ന് തോന്നുന്നു. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇന്ന് എനിക്ക് ആദ്യമായി ശാന്തമായി ഉറങ്ങാൻ തോന്നുന്നു. ഇനി നിന്നെ ഭയപ്പെടുത്താൻ ആരും വരില്ല. ഇടുമ്പി, എന്താണ്? ഭവതി ബലഹീനമായി തോന്നുവല്ലോ. തല ചുറ്റുന്നു, ശരീരവും വളരെ ക്ഷീണം. എനിക്ക് നിൽക്കാൻ പോലും ബലമില്ല. ഭവതി അല്പനേരം ഈ കിടക്കും. മണം സഹിക്കാനാവുന്നില്ലോ. ഇത് ഭവതിക്ക് ഇഷ്ടമായിരുന്നല്ലോ. ഭയക്കേണ്ട, ശാന്തമായിരിക്കൂ. എനിക്ക് എന്താ സംഭവിക്കുന്നത്? ഈ മാറ്റങ്ങൾ ഒരു കാരണത്താലാണ്. എന്റെ ഉദരത്തിൽ ഒരു ജീവൻ വളരുന്നു. നമ്മുടെ കുഞ്ഞ്. നടക്കാനും ബുദ്ധിമുട്ട് തോന്നുന്നു. ശരീരം ഭാരമായി. അല്പം ഇരിക്കാം. ഭവതി ക്ഷീണിച്ചിരിക്കുന്നു. ഇത് അവസാനത്തോട് അടുക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ കൂടെയുണ്ട് ഓരോ നിമിഷവും. എന്റെ കുഞ്ഞെ, നീ എന്റെ ശക്തിയാണ്. ഞാൻ നിന്നെ കാക്കും. നീ ഒരു രാക്ഷസ രാജാവാകും. എന്റെ ജീവൻ, നീ ശാന്തമായിരിക്കൂ. നീ ഇപ്പോൾ ഒരു അമ്മയാണ്. അതെ, അതെനിക്ക് അനുഭവിക്കാം. എന്റെ ലോകം നീ തന്നെയാണ്. നിന്റെ സന്തോഷം, അതാണ് എന്റെ ശക്തി. ആ ദിവസങ്ങൾ ഇന്നും എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അവൻ നമ്മളെ കേൾക്കുന്നാവും. നീ ഇങ്ങനെ പറയുമ്പോ അവൻ കൂടി ചിരിക്കും പോലെ അങ്ങ് ഇന്ന് കുറച്ച് അകന്നു പോയ പോലെ തോന്നുന്നു. അത് ഭവതിക്ക് വെറുതെ തോന്നുന്നതാണ്. അങ്ങയുടെ മനസ്സിൽ എന്തോ ഉണ്ട്, എന്നോട് പറയാത്തത്. അത് പറയാൻ എളുപ്പമല്ല. എനിക്ക് എന്റെ ലോകത്തേക്ക് തിരിച്ചു പോകണം. അങ്ങയുടെ ലോകം അതെവിടെയാണത്? എന്റെ കുടുംബം, എന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഞാനും എന്റെ കുഞ്ഞും അങ്ങേക്ക് ആരാണെന്ന്? ഞാൻ ആരാണ് അങ്ങേക്ക്? അങ്ങയുടെ ജീവിതത്തിൽ എന്റെ സ്ഥാനം എന്താണ്? ഭവതി എന്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രം. സമയമായി ഹിഡുമ്പി. എനിക്ക് പോകണം. അറിയാം പ്രഭു. അങ്ങയുടെ ധർമ്മം പാണ്ഡവർക്കൊപ്പമാണ്. അങ്ങ് എന്നെ സ്നേഹിച്ചിട്ടില്ലേ? സ്നേഹിച്ചു. ഇന്നും സ്നേഹിക്കുന്നു. ഒരുപാട്. പക്ഷേ എന്റെ കടമ. സ്നേഹത്തിന് കടമയൊരു തടസ്സമാണോ? അങ്ങ് എന്നെ വിട്ടുപോകുമോ? എനിക്ക് പോയേ മതിയാവൂ. അങ്ങ് ഒരിക്കലും ഇവിടുന്ന് പോകണ്ട. ഇതെളുപ്പമല്ല. ഇതെളുപ്പമല്ല. ഈ വനം നമ്മുടേതായിരുന്നു ഈ നിമിഷം വരെ. ഭവതിയെയും മകനെയും വിട്ടുപോകാൻ എന്റെ ഉള്ളം വിങ്ങുന്നു. നമ്മുടെ മകൻ, അവൻ വനത്തിന്റെ രാജാവായി വളരട്ടെ. അവനു വേണ്ടി ഞാൻ ശക്തിയാകും. അവൻ മഹാനാകും. ഈ നിമിഷം ഓർമ്മയിൽ മാത്രം ബാക്കിയാവും. അതൊരിക്കലും ആയില്ല. ഇതാണോ നമ്മുടെ സമാഗമത്തിന്റെ അവസാനം? അല്ല, ഒരു ഭാഗം ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി എന്നാണൊരു കൂടിക്കാഴ്ച? കാത്തിരുന്നോളാം ഞാൻ, എത്ര നാൾ വേണമെങ്കിലും. മറക്കില്ല നിന്നെ ഒരിക്കലും. അങ്ങ് സമാധാനത്തോടെ യാത്രയായാലും പ്രഭു, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. അങ്ങയുടെ ആഗമനവും കാത്ത്. നീയാണ് എന്റെ ലോകം. ഞാൻ ഒറ്റയ്ക്കല്ല. എന്തോ പിന്നിൽ തന്നെ ബാക്കി വെച്ചു പോയ പോലെ. ഭീമ, മുന്നോട്ട് നോക്ക്. നമ്മുടെ വഴി ഇനിയും നീളുന്നു. ഹിഡുമ്പി, നിങ്ങൾ സുരക്ഷിതരാകട്ടെ. ഇവിടെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു.